ഓർമ്മിക്കേണ്ട ഒരു കാര്യം, മലയാള കഥയ്ക്ക് 150-ലേറെ വയസ്സ് പൂർത്തിയാവുകയാണ്. ആദ്യത്തെ കഥ നേരത്തെ പറഞ്ഞതുപോലെ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ വായസന വികൃതിയാണ്. കുഞ്ഞിരാമൻ നായരെ കുറിച്ച് പറയുമ്പോൾ വളരെ കാലം ഒരു പത്രപ്രവർത്തകൻ കൂടിയായ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അദ്ദേഹവും ഒരു പത്രാധിപരായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ പത്രമായ, ലക്ഷണമൊത്ത ആദ്യത്തെ പത്രമായ കേരള കേസരി എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. അദ്ദേഹം പത്രപ്രവർത്തനം പഠിച്ചത് കൽക്കട്ടയിൽ പോയിട്ടാണ്. അവിടെയുള്ള ആനന്ദ ബസാർ പത്രികയിൽ കുറച്ചു കാലം പ്രവർത്തിച്ചതിന് ശേഷം അവിടെ ലഭിച്ച പരിചയത്തിൻ്റെ പുറത്താണ് കേരളത്തിൽ വന്നിട്ട് അദ്ദേഹം ഒരു പത്രം സ്ഥാപിച്ചിട്ടുള്ളത്, കേരള പത്രിക. ഞാൻ പറഞ്ഞു വരുന്നത് പത്രപ്രവർത്തനവും സാഹിത്യവും തമ്മിൽ, അല്ലെങ്കിൽ കഥയും തമ്മിൽ ഏറെ ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. കഥയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അത് സമഗ്രമായ ഒരു ജീവിതത്തിൻ്റെ സംക്ഷിപ്തമായ ഒരു അവതരണമാണ്. ഒരു കഥയെ എത്രത്തോളം തീക്ഷ്ണമായി അവതരിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് അത് എത്രത്തോളം സംക്ഷിപ്തമായി പറയാൻ കഴിയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അങ്ങനെയാണ് മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പല കഥകളും ഉരുത്തിരിഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മലയാള കഥ എല്ലാ സാഹിത്യത്തിനും ഒരു കാലഘട്ടം ഉണ്ട് എന്ന് പറയും പോലെ മലയാളത്തിൽ ഇത് നോവലിൻ്റെയും കഥയുടെയും ഒരു കാലഘട്ടമാണ്. ഇത്രത്തോളം നോവലുകളും ഇത്രത്തോളം കഥകളും പുറത്തിറങ്ങിയ ഒരു കാലഘട്ടം മുമ്പ് മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് പറയുമ്പോൾ മുമ്പ് ഒരു നോവലോ കഥയോ ഇറങ്ങിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന അംഗീകാരം ഇന്നുണ്ടോ എന്നുകൂടി നാം പരിശോധിക്കേണ്ടതാണ്. ഞാനതിലേക്ക് കടന്നു പോകുന്നില്ല. എങ്കിൽ പോലും വായനക്കാർ ധാരാളമുണ്ടെങ്കിൽ പോലും ഒരു കഥയെ, ഒരു സാഹിത്യത്തെ അതിൻ്റേതായ ഗുണദോഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന ഒരു വായനാ സമൂഹം ഇന്ന് പ്രായേണ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. അതിന് പല കാരണങ്ങളായിരിക്കാം. നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളുടെ അഭിനിവേശം, വായനക്കാരുടെ അഭിരുചിയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ഇതൊക്കെയും മലയാളത്തിലെ കഥാസാഹിത്യത്തെ സാരമായി ബാധിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. മാത്രവുമല്ല, മലയാള കഥയെ സംബന്ധിച്ചിടത്തോളം അത് കടന്നു വന്ന ഓരോ വഴിത്തിരിവും ഏറെ വിസ്മയമുണ്ടാക്കുന്നവയാണ്. കാരണം മുമ്പ് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സാഹിത്യവും കഥയാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇടക്കാലത്ത് മലയാള കഥയ്ക്ക് വേണ്ടത്ര വായനക്കാരില്ലാതെ പ്രസാധകന്മാർ അവ തിരിച്ചയക്കുന്ന ഒരു കാലം കൂടി ഉണ്ടായിരുന്നു എന്ന് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ഇവിടെ ഇരിക്കുന്നവർക്ക് അത് എത്രമാത്രം ഓർമ്മയുണ്ട് എന്നെനിക്കറിയില്ല. എൻ്റേതായ എഴുത്തുടങ്ങിയൊരു കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു രൂപപരിണാമത്തിലൂടെ നമ്മുടെ മലയാള കഥ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് അത് ഏറെക്കുറെ മാറുകയും അത് മാറാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് മലയാളത്തിലേക്ക് പുതുതായി കടന്നു വന്നിട്ടുള്ള എഴുത്തുകാരുടെ ഇടപെടൽ തന്നെയാണ്. അതുകൊണ്ടുകൂടിയാണ് മലയാള ചെറുകഥാ സാഹിത്യം ഇത്രമേൽ ശ്രദ്ധിക്കപ്പെടാനും സജീവമാകാനും ഇടയായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കഥയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്നും മലയാളത്തിൽ ധാരാളം നല്ല കഥകൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
എന്നാൽ അതേ സമയത്ത് മുമ്പത്തെ പോലെ ഒരു കഥ മലയാള വായനയെ അത്രത്തോളം സ്വാധീനിച്ചുകൊണ്ട് സ്വാംശീകരിച്ചുകൊണ്ട് അവൻ്റെ മസ്തിഷ്കത്തിൽ ഒരു കൊടുങ്കാറ്റായി വളരുന്ന ഒരു അവസ്ഥ ഇന്ന് പലപ്പോഴും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്, അത് തെറ്റോ ശരിയോ എന്ന് എനിക്കറിയില്ല. എൻ്റേതായ ജീവിതാനുഭവങ്ങൾ വെച്ചുകൊണ്ട് മുമ്പ് ഒരിക്കൽ പോലും നമ്മൾ സാഹിത്യത്തെ ഇത്രയും വലിയ ഒരു പ്രചരണായുധമാക്കി മാറ്റിയൊരു കാലമുണ്ടായിരുന്നില്ല. ഇന്ന് സാഹിത്യം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പ്രചരണായുധമായി മാത്രമായി കാണാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മൂല്യം എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നില്ല. ആ കഥ ഉൾക്കൊള്ളുന്ന ഒരു ജീവിത പരിസരത്തിൻ്റെ സത്യസന്ധത എത്രത്തോളം ഉണ്ടാക്കാൻ കഴിയും എന്നും അവർ തിരിച്ചറിയുന്നില്ല. ആ രീതിയിലുള്ള ഒരു വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ന് മലയാള കഥ കടന്നു പോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരു കാര്യം വളരെ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. മലയാള കഥയിൽ ധാരാളം പുതിയ എഴുത്തുകാർ കടന്നു വരുന്നുണ്ട്. പക്ഷേ ഈ പുതിയ എഴുത്തുകാർ അവർക്ക് എത്രമാത്രം അവരുടേതായ വ്യക്തിത്വത്തെ രേഖപ്പെടുത്തി വെക്കാൻ സാധിക്കുന്നു എന്നുള്ളത് എനിക്കതിൽ ഒരുപാട് സംശയമുള്ള ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയുടെ സാന്നിധ്യം കൊണ്ടോ മറ്റേതെങ്കിലും ആ രീതിയിലുള്ള പരിവേഷത്തോടെയോ ഒരുപക്ഷെ വായനക്കാരിൽ അവരെ അവതരിപ്പിക്കുമ്പോൾ അവർ ഒരിക്കൽ പോലും ഏറ്റവും നല്ല സാഹിത്യം എന്നുള്ള രീതിയിൽ അംഗീകരിക്കപ്പെടാൻ ഇടയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു അവസ്ഥയിലൂടെയാണ് മലയാള കഥ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നന്ദി സർ. അതിന് വളരെ കുറച്ച് എൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായമാണ്. ആദ്യം എഴുത്തുകാർ കുറവും വായനക്കാർ കൂടുതലും ആയൊരു സമയമായിരുന്നു. പിന്നീടത് വായനക്കാരേക്കാൾ കൂടുതൽ എഴുത്തുകാരാവുകയും സോഷ്യൽ മീഡിയ പോലെയുള്ള പ്ലാറ്റ്ഫോം കിട്ടുകയും ചെയ്തു. പിന്നെ കൂടാതെ ഇന്നലെ AI കൈയുടെ ഒരു ഡിസ്കഷനിൽ പറഞ്ഞ പോലെ മനുഷ്യരുടെ ടോളറേഷൻ പോയിൻറ്റും വളരെ കുറഞ്ഞുപോയി. അവരൊരു ഒറ്റയിരിപ്പിൽ വായിക്കുന്ന കഥയായാലും ആദ്യം വായിച്ച് അവസാനം വായിക്കുന്ന ഒരു തലമുറയാണിപ്പോൾ. അതുകൊണ്ടായിരിക്കണം. ഇനി അടുത്തത് ശ്രീ സന്തോഷ് കുമാർ. ഇപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരു കയ്യടിയോടുകൂടി തപോമയുടെ അച്ഛൻ എന്ന പുതിയ നോവലിന് എന്ത് അവാർഡാണ് സാർ? മലയാറ്റൂർ രാമകൃഷ്ണൻ. അത് ഞാൻ മറന്ന് തെറ്റിപ്പോയി, സോറി. അപ്പോൾ ഒരു അവാർഡ് കിട്ടിയതിന് എല്ലാവരും ഒരു വലിയൊരു അപ്ലോസ്. ആൻഡ് സന്തോഷ് കുമാർ കഥ എഴുതാൻ ചില നിയമങ്ങളുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. ലൈക്ക് 3 Ps: പീപ്പിൾ, പ്ലേസ് ആൻഡ് പേർപ്പസ്. ഇതൊന്നുമല്ലാതെ യുക്തിബോധത്തിന് നിരക്കുന്ന ഇതിവൃത്തം, യഥാർത്ഥ കഥാപാത്രങ്ങൾ, വിശ്വസനീയമായ ചിത്രണം, ജീവിതത്തിൻ്റെ ആന്തരിക സത്യങ്ങളിലേക്ക് ഉള്ള ഉൾക്കാഴ്ച നൽകാനുള്ള കഴിവ്, ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ളതാണ് ചെറുകഥ. 1990 ശേഷമാണ് ഒരു ഉത്തരാധുനിക പ്രവണത ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. മലയാള ചരിത്ര വഴികളിൽ നിന്നും മാറി സഞ്ചരിക്കുന്ന എഴുത്തുകാരാണ്, കഥാകൃത്തുക്കളാണ് നമുക്ക് ഇന്നുള്ളത്. വ്യത്യസ്ത പരീക്ഷണങ്ങളിലൂടെ സ്വന്തമായ ഒരു ശൈലിയും സ്വന്തമായ ചിന്താഗതി. ഇപ്പോൾ 4 നൂറ്റാണ്ടോളം ആധുനികവും അത്യന്താധുനികവുമായ കഥകൾ വന്ന് അത് ആവർത്തന വിരസമായപ്പോൾ ആ സമയത്ത് ആവർത്തന വിരസമായ ആ ഒരു കാലഘട്ടത്തിൽ പുതിയ ഭാവുകത്വമായി രംഗത്ത് വന്ന എഴുത്തുകാരനാണ് ശ്രീ സന്തോഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ ചാവുകളി മികച്ച കഥാസമാഹാരത്തിനുള്ള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുണ്ട്. അതുപോലെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച അന്ധകാരനഴിയിലെ ആ നോവലിനും ഏറ്റവും മികച്ച നോവലിനുള്ള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. തപോമയുടെ അച്ഛനാണ് പുതിയ നോവൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും കഥയുടെ ജീവിതത്തെ പറ്റി അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് കാണാം.
അപ്പോൾ നമുക്ക് പിന്നീട് 1-2 ചോദ്യങ്ങളാണ് പാശ്ചാത്യ ഇതായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതൊക്കെ അതിനെക്കുറിച്ച്. അപ്പോൾ ഇത് ആദ്യമായിട്ട് പറയാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ സെഷനിൽ ചെറിയ പരിമിതി എനിക്കുണ്ട്. ഞാൻ ഇങ്ങനൊരു സെഷൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സന്തോഷിക്കാനും രേഖയാണ് വരേണ്ടിയിരുന്നത്. അപ്പോൾ അവരുടെ ചില വൈയക്തികമായിട്ടുള്ള ചില അസൗകര്യങ്ങൾ കാരണം അപ്പോൾ ഞാനൊരു പ്രോക്സി വാറായിരിക്കും അപ്പോൾ ഇത് സംസാരിക്കുന്നതിൽ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ അതിനെപ്പറ്റി ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ആലോചിച്ചു. അതുകൊണ്ട് പക്ഷേ പുസ്തകങ്ങൾ, ചില പുതിയ കഥകൾ അതൊക്കെ ഒന്ന് എടുത്തു നോക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതി. ഞാൻ കുമാരേട്ടൻ പറഞ്ഞ മിക്കവാറും എല്ലാ കാര്യങ്ങളോടും വളരെ യോജിക്കുകയാണ്. 150 ഇപ്പോൾ നമ്മുടെ മലയാള കഥയുടെ ഒരു കാര്യം, നോവലിൽ പലപ്പോഴും ക്ഷീണമൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക്. പക്ഷെ കഥയിൽ മിക്കവാറും എല്ലാ സമയത്തും ഈ വായനക്കാരുടെ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട്. അതെങ്കിലും ഏറ്റവും മികച്ച കഥകൾ വന്നിട്ടുണ്ട്. എല്ലാ കാലത്തും ഉണ്ട്, എല്ലാ തലമുറയിൽ നിന്നും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കാലം, ഇപ്പോൾ ഒരു 70കളുടെ കാലഘട്ടത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ആർക്കും പിടികിട്ടാത്ത ചില പ്രമേയങ്ങളൊക്കെ അവതരിപ്പിച്ചാൽ അതൊരു വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്ന ഒരു കാലമുണ്ട്. അത് തമാശയായിട്ട് ആൾക്കാർ പറയും, മനോരമയെന്നും മാതൃഭൂമിയും ഇതൊക്കെ പത്രാധിപർ ഓണപ്പതിപ്പിന് കത്തെഴുതും, ഒരു കഥ അയച്ചു തരണം, ആർക്കും മനസ്സിലാവാത്ത കഥയാണെങ്കിൽ വലിയ സന്തോഷം എന്ന് പറയാറുണ്ട്, ഇങ്ങനെ കളിയാക്കി പറയാറുണ്ട്. അതൊക്കെ മാറി വളരെ ഋജുവായിട്ട് സംസാരിക്കുന്നു. അതേസമയം ഒരു വേറെ രീതിയിൽ ജീവിതത്തിൻ്റെ ചില ദർശനങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന വലിയ രചനകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. എപ്പോഴും വരുന്നുണ്ടെന്നല്ല. കേരളത്തിൽ ചിലപ്പോൾ ഒരു 50 കഥ ഒരാഴ്ചയിൽ ഇറങ്ങുന്നുണ്ടാവും. ഈ 50 കഥ വെച്ച് നോക്കുമ്പോൾ ഒരു 10-2000 കഥയൊക്കെ ചിലപ്പോൾ കേരളത്തിൽ വരുന്നുണ്ടാവും ഒരു കൊല്ലം. അതിൽ ചിലപ്പോൾ 4-5 കഥകളായിരിക്കും ഭാവിയിലേക്ക് നിൽക്കാൻ സാധ്യതയുള്ള കഥകൾ. എൻ്റെ ഒരു ആഗ്രഹം എപ്പോഴും ഈ ഒരു കഥ മറ്റ് കഥകളിൽ നിന്ന്, കഥകളെല്ലാവർക്കും എഴുതാം, കഥ എല്ലാവരുടെ കയ്യിലുള്ള സംഭവമാണ്. കഥ പറഞ്ഞ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പഴയുള്ളൊരു പാരമ്പര്യം നമുക്കുണ്ട്. പക്ഷെ ഒരു കഥ മറ്റ് കഥകളിൽ നിന്ന് വേർതിരിച്ച് നിൽക്കുന്നു, ഭാവിയിലേക്കൊരു സൂചനയായിട്ട് മാറുന്നതിന് അതിന് വേറെ തരത്തിൽ ചെറിയൊരു ദാർശനികമായിട്ടുള്ളൊരു ഔന്നത്യം വരികയാണ്. അതിൽ ചില ഉദാഹരണങ്ങൾ പഴയ കഥയിൽ നമുക്ക് നോക്കാം. അതിപ്പോഴും നിൽക്കുന്നതിൻ്റെ കാരണം നോക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം മരപ്പാവകൾ എന്ന കഥ നമ്മളെപ്പോഴും പറയുന്ന ഒരു കഥയാണ് ഈ കാരൂരിൻ്റെ. ആ കഥയ്ക്ക് വളരെ ഒരു പ്രാപഞ്ചികമായിട്ടുള്ളൊരു സ്വഭാവമുണ്ട്, ദർശനമുണ്ട്. അതുപോലെ തന്നെ ബഷീറിൻ്റെ കഥകൾ നോക്കുമ്പോൾ ആ മനുഷ്യൻ എന്നുള്ളൊരു കഥ, ആ മനുഷ്യൻ എന്നല്ല, ഏതോ ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു കഥയുണ്ട്. ജന്മദിനം എന്നുള്ളൊരു കഥയുണ്ട്. പൂവമ്പഴം എന്നുള്ള കഥകൾ. ഈ കഥകൾക്കൊക്കെ വേറെ, പൂവമ്പഴം കാരൂരും എഴുതിയിട്ടുണ്ട്, അതും മികച്ചൊരു കഥയാണ്. അന്നത്തെ ഉറൂബിൻ്റെ വാടക വീടുകൾ, ഇതൊക്കെ നമുക്ക് ഏത് സ്ഥലത്തും സമൂഹത്തിലും കൊണ്ട് പ്രതിഷ്ഠിച്ചാലും ആ കഥയ്ക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഹൈറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കഥകൾ കൂടുതൽ നന്നാവും. നമ്മുടെ ഇപ്പോൾ മിക്കവാറും അവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ ആധുനികരുടെ കാലം വന്നു, അതിനുശേഷം ഇപ്പോൾ കുമാരൻ്റെയൊക്കെ കാലമുള്ള ആധുനികാനന്തര ഒരു 80കളുടെയൊക്കെ സജീവമായിട്ടുള്ള കാലം, ഒരു 90കളുടെ അവസാനം ഇപ്പോൾ ഞാനും എച്ചിക്കാനും സുഭാഷും ഒക്കെ മീരയൊക്കെ വരുന്ന ഒരു തലമുറ. അത് കഴിഞ്ഞ് പിന്നീടും 1-2 തലമുറ വന്നു കഴിഞ്ഞു. ഇവരെല്ലാവരും നല്ല മികച്ച കഥകൾ എഴുതിയിട്ടുണ്ട്. എപ്പോഴും എഴുതിയിട്ടുണ്ടെന്നല്ല, എല്ലാവരും എല്ലാ കഥയും നല്ലതെന്നല്ല, എല്ലാം മികച്ച കഥകൾ പലതും വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, അതിപ്പം ഈ 1-2 കഥ എഴുതി കഴിയുമ്പോൾ പിന്നെ അതിന് ശേഷമുള്ളൊരു ഫോളോ അപ്പ് എന്നൊക്കെ പറയുന്നത് അതിനെ പിന്തുടരാനും അതിൻ്റെ കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കഥ എഴുതൽ എളുപ്പമല്ല. ഞങ്ങൾക്ക് 2 പേർക്കും ഇത് അറിയുന്നുണ്ടാവും. 30 വർഷം അദ്ദേഹം എങ്ങനെയായാലും ഒരു 50 വർഷമൊക്കെ കഥയിൽ പണിയെടുത്തിട്ടുള്ള ആൾക്കാരാണ്. കഥ എഴുതലുന്നതിനേക്കാൾ കഠിനമായിട്ടുള്ള ഒരു മലകയറ്റില്ല, വലിയ ബുദ്ധിമുട്ടാണ്. നോവലിൽ നമുക്കൊന്ന് വീർപ്പ് അടക്കാം, അല്ലെങ്കിൽ ഒന്ന് ശ്വാസം മുട്ടാം, ഒന്ന് നീർന്ന് കിടക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ കഥയിൽ ഒരു കഥ തുടങ്ങുമ്പോൾ അതുകൊണ്ട് അവസാനം വരെ വലിയ പെടച്ചിലുകൾ ആവശ്യമുള്ള കഥയാണ്. അത് ആളുകൾ അതിൽ എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതുകൊണ്ടാണ് കഥയുടെ എണ്ണമൊക്കെ വല്ലാണ്ട് കുറഞ്ഞുകൂടെ. പണ്ട് ഞാൻ നോക്കിയപ്പോൾ 98 മുതലാണ് എൻ്റെ കഥകൾ മുഖ്യധാരയിൽ വരുന്നത്. അതൊരു 2010 എത്തുമ്പോൾ ഞാനൊരു കളക്ഷനായിട്ട് ഇറക്കേണ്ടത് 45 കഥകൾ അതിലുണ്ടായിരുന്നു. ഒരു 5 കഥകളോ ഞാൻ ഉപേക്ഷിച്ചു, വേണ്ടാന്ന് വെച്ചിട്ട്. മോശം കഥകൾ നമ്മൾ എഴുതുന്നു. ഇപ്പോൾ ഒരു 15 കൊല്ലം അതിന് ശേഷം, ഇപ്പോൾ 5 കൊല്ലം എനിക്ക് 45 കഥ ഉണ്ടാവില്ല, ചിലപ്പോൾ അതിൻ്റെ പകുതി കഥ ഉണ്ടാവുള്ളൂ. കഥ എഴുതാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എഴുതിയാൽ തന്നെ കൊടുക്കാൻ തോന്നുന്നില്ല. ഒരു 1-2 കൊല്ലം കൂടുമ്പോഴാണ് ഒരു കഥ എഴുതുന്നത്. ഈ കഥ ഒരു വലിയ പ്രശ്നവും പ്രതിസന്ധിയായിട്ട് ഇങ്ങനെ നിൽക്കും. അതിങ്ങനെ നമ്മളെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. കഥയുടെ ഓരോ പദം നോക്കി എഴുതും, ഓരോ വാക്യം നോക്കുകയും. ഇപ്പോൾ കവികളൊക്കെ ഇവിടെ ഇരിക്കും, കവികളുടെ പോലെ തന്നെയുള്ളൊരു എക്സസൈസാണ് ഈ കഥ എന്ന് പറയുന്നത്. അത് വലിയ പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ ഈ കഥയിൽ വേറൊരു പ്രശ്നം എനിക്ക് തോന്നി, കുട്ടികൾ കഥയിൽ വളരെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ചില വർക്കുകൾ കൊണ്ട് വരുന്നു. നമുക്ക് പല എഴുത്തുകാരും നമ്മുടെ പുതിയ തലമുറയിലുണ്ട്. അവർക്ക്
2-3 തരത്തിൽ അവർ ബുദ്ധിമുട്ടുന്നുണ്ട്. ഒന്ന് എനിക്കിപ്പോൾ കുമാരേട്ടൻ പറഞ്ഞൊരു കാര്യം, അവർക്കൊരു വായന അതിനനുസൃതമായിട്ട് കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ ഫേസ്ബുക്കിൽ കിടന്നിട്ട് ഇതേപോലെ ഒരു കഥയുമായി നിങ്ങൾ എവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ ചോദിക്കും. അതൊക്കെ ഈ സമൂഹത്തിൽ അവരുടെ ഇടയിൽ അതല്ല, കഥയെ ശരിക്കും വിലയിരുത്താനും അതിൻ്റേതായിട്ടുള്ള അതിൻ്റെ ദാർശനിക ഗരിമകൾ എന്താണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള നിരൂപകരുടെ ചില അസാന്നിധ്യം ഇവിടെ വലിയ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ നല്ല വായനക്കാരുടെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ലൊരു വർക്ക് ഒരാൾ ചെയ്യുന്നു. ഇപ്പോൾ ഞാനൊരു കാര്യം 1-2 കഥകളുടെ പേര് പറയാം, പുതിയ തലമുറയിൽ. ഇപ്പോൾ ഷനോജ് ആർ ചന്ദ്രൻ്റെ കാലൊടിഞ്ഞ പുണ്യാൾ എന്നുള്ള ഒരു കഥ വളരെ മികച്ചൊരു കഥയാണത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ കൂടി ഒരു ജൂറിയിലുണ്ടായിരുന്ന മാതൃഭൂമിയിൽ ഉണ്ടായിരുന്ന ഷാഫി പൂവത്തിങ്കലിൻ്റെ കഥ, അത് പലർക്കും ഈ ഭാഷയുടെ പ്രശ്നമൊക്കെ പറഞ്ഞ് വലിയ എതിർപ്പ് പറഞ്ഞു. പക്ഷേ സൂക്ഷ്മമായിട്ട് കഥയെ അടയാളപ്പെടുത്തിയൊരു കഥയാണ്. ഭാഷയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, എങ്കിലും അത് കഥയിലും എല്ലാം അടക്കം ഉണ്ടായിരുന്നൊരു കഥയാണ്. ഈ കഥകൾ കഴിഞ്ഞ് പുതിയൊരു കഥയായിട്ട് വരുന്നില്ല. കഥ ഒന്നുകിൽ അവർക്കൊരു ഒരു ആനുകൂല്യം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ വിമർശന സൗകര്യങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ ഇവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും കുറച്ച് കഴിഞ്ഞ് ഈ കഥയില്ലാതെയും മനുഷ്യർക്ക് ജീവിക്കാമെന്നുണ്ടെങ്കിൽ, റിൽക്കെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എഴുതാതെയും ജീവിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതണ്ട എന്നുള്ളതാണ്. അങ്ങനെ പലരും അങ്ങനെ ആയിപ്പോവും. പിന്നെ സിനിമയിലേക്ക് പോകുന്നു. ഈ കഥ എഴുതുന്നതൊരു വാതിലായിട്ട് മാറണം, വാതിൽപ്പടിയാണ് സിനിമയിലേക്ക് പോകുക. സിനിമ ഒരു ദിവസം കൊണ്ട് നിങ്ങളെ വലിയ പ്രസിദ്ധനാക്കും. സാമ്പത്തികമായിട്ടും ചിലപ്പോൾ കുറച്ച് പേർക്ക് കിട്ടുള്ളൂ. എങ്കിൽ പോലും ഈ സിനിമയുടെ ഒരു പ്രഭാവലയത്തിൽ പെട്ടിട്ട് പല എഴുത്തുകാരും പലപ്പോഴും നിന്ന് വേണ്ടി. പണ്ട് തലമുറയിലുണ്ട് പത്മരാജനെ പോലെ നല്ല കഥാകൃത്തുകളൊക്കെ പിൽക്കാലത്ത് തിരിഞ്ഞ് ഖേദിക്കുന്നുണ്ട്, ഞാൻ എഴുത്തിൽ നിന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ചില പ്രതിസന്ധികൾ നമ്മുടെ എഴുത്തിലുണ്ട്. എങ്കിൽ പോലും മലയാളത്തിലെ എല്ലാ കാലത്തും മികച്ച കഥകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഷാനോജിൻ്റെ കാര്യം പറഞ്ഞു, സലീം ഷെരീഫിൻ്റെ കാര്യം പറഞ്ഞു, ഇവിടെ ബാംഗ്ലൂർ തന്നെ ശശിതയുണ്ട്, അവർക്ക് നല്ല കഥകൾ എഴുതിയിട്ടുണ്ട്. മറ്റ് പലരുടെയും പേര് പറയുന്നില്ല, ഒരുപാട് 1-2 കഥകളായിട്ട് വരികയും വളരെ പ്രതിഭ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അവർ കഥകൾ വായിക്കുകയും. പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് തോന്നുന്നത്, നമ്മളെല്ലാ കാലത്തും സാഹിത്യം ഒരു ഉരകല്ലായിട്ട് നോക്കുന്നത് പുറത്തുനിന്ന് വരുന്ന രചനകളെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പരീക്ഷിച്ച് നോക്കുക. ഇപ്പോൾ ബഷീറിൻ്റെയോ തകഴിയുടെ കാലത്തൊക്കെ ഫ്രഞ്ച് റിയലിസ്റ്റുകളെയാണ് നോക്കിയിരുന്നത്. അവിടെയുള്ള ആളുകളുടെ മോപ്പോസാങ്ങോ ബെൽസാക്കോ പോലത്തെ അങ്ങനത്തെ അവരുടെ രചനകൾ നോവലായിട്ടൊക്കെ തട്ടിച്ച് നോക്കണം. അതിനുശേഷം പിന്നീട് മറ്റേ സക്കറിയയുടെയും മുകുന്ദൻ്റെയൊക്കെ കാലത്ത് വരുമ്പോൾ ഫ്രഞ്ച് അസ്തിത്വവാദികളെ നോക്കണം. ആ കാലത്ത് വരുന്ന MTയുടെ കാലത്ത് MT എപ്പോഴും നോക്കിയിരുന്ന ഒരു എഴുത്തുകാരൻ ഹെമിംഗ്വേ ആയിരുന്നു. ഹെമിംഗ്വേയുടെ പ്രധാനപ്പെട്ട കഥകൾ നോക്കുന്നു, അതിൻ്റെ വളരെ മിനിമലിസ്റ്റിക്കായിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കുന്നു. അതിന് പിൽക്കാലത്ത് പിന്നീട് നമ്മൾ ഈ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യം നോക്കുന്നു. പിന്നെ ഇവരുടെ കാലത്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ കേരളത്തിലെ ഒരു രീതിയെ തിരിച്ചു കൊണ്ടുവന്ന ആളുകളാണ്. CV ശ്രീരാമൻ തൊട്ട് തുടങ്ങുന്ന ഒരു വലിയ ധാരയുണ്ട്, അത് വലിയ പ്രധാനപ്പെട്ടൊരു ധാരയാണ്. അത് മലയാളത്തിലേക്ക് അതിൻ്റെ സ്വത്വം തിരിച്ചു കൊണ്ടുവന്ന ആളാണ്. ഇപ്പോൾ 70കളിൽ തന്നെ NS മാധവൻ, ഐമനൻ ജോൺ, പ്രഭാകരൻ പോലെയുള്ള എഴുത്തുകാർ, അങ്ങനെ എല്ലാ എഴുത്തുകാരും നമ്മൾ മറ്റ് രചനകളായിട്ട് തട്ടിച്ച് നോക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. നോവലിന് പലപ്പോഴും നമുക്ക് ചിലപ്പോൾ വലിയൊരു ലെവലിലേക്ക് പോകാനുള്ള സാധ്യത. പക്ഷേ കഥകളെ എപ്പോൾ എടുത്ത് നോക്കിയാലും നമുക്ക് ഏത് സാഹിത്യത്തിലായിട്ടും ഏത് രചനകളായിട്ടും, ഇപ്പോൾ അമേരിക്കയിലാണ് വലിയ സാഹിത്യം ഉണ്ടാവുമെന്ന് പറയും കഥയെ സംബന്ധിച്ച്. ആ കഥകളോട് തട്ടിച്ച് നിൽക്കാവുന്ന ഒരുപക്ഷെ അവരെക്കാൾ പലപ്പോഴും മികച്ച രചനകൾ ഉണ്ടാവുന്നുണ്ട്, ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതിന് പുറത്തേക്ക് മറ്റേ ലോകശ്രദ്ധ കിട്ടിയെന്നൊക്കെ ചിലവരൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊരു വിഷയമല്ല. നമ്മുടെ രീതിയിൽ നമ്മുടെ വലിയ സാഹിത്യം ആയിട്ട് തന്നെ അത് മുന്നോട്ട് പോകേണ്ടതാണ്. ഇതൊക്കെയാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. അത് കഴിഞ്ഞ് ഇനി ചോദ്യത്തിലോ അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. നന്ദി ശ്രീ സന്തോഷ് കുമാർ. പിന്നെ ഇതിൽ പറഞ്ഞതിൽ നിന്നും ഞാനൊരു കാര്യം പറയുന്നത്, ഈ നിരൂപകർ അത്ര നമുക്കില്ല എന്ന് പറയുമ്പോഴും ഈ പാശ്ചാത്യ അല്ലെങ്കിൽ പടിഞ്ഞാറൻ സാഹിത്യവുമായി തട്ടിച്ചു നോക്കുന്നതിൽ, സാറോടും കൂടിയാണ് അത് ചോദിക്കുന്നത്, തട്ടിച്ചു നോക്കുന്നതിൽ അതിൽ എന്താണ് ഒരു മലയാള ഒരു ഗ്രാമത്തിലെ ഒരു ചിത്രം, അവിടെ പടിഞ്ഞാറൻ നമ്മുടെ കഥകൾ അതേപോലെ അവർ നെഞ്ചേറ്റുന്നില്ല എന്നൊരു, ഇപ്പോൾ ആൻ്റൺ ചെക്കോവിൻ്റെ കഥകളെ പോലെ ഇവിടെ തകഴി അല്ലെങ്കിൽ പിന്നെ ബഷീർ എന്നുള്ളവരുടെ കഥകളുണ്ടെങ്കിലും അത് അത്രത്തോളം അവിടെ സ്വീകരിക്കപ്പെടുന്നുണ്ടോ? നാം പാശ്ചാത്യ സാഹിത്യവും സംസ്കാരം അടങ്ങുന്ന സാഹിത്യം നാം നെഞ്ചേറ്റുന്നത് പോലെ മലയാള കഥകൾ, ഇപ്പോൾ ബുക്കർ പ്രൈസ് കിട്ടിയത് ഞാൻ മറക്കുന്നില്ല, എങ്കിലും നമ്മുടെ കഥകൾ അവിടെ അതുപോലെ അതിനൊരു പ്രാവീണ്യം നേടിയിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണ് അങ്ങനെ? അത് ഭാഷ തർജ്ജമ ചെയ്താലും
അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഇപ്പോൾ വാസ്തവത്തിൽ സിൻഡ്രല്ല എടുത്ത് നന്ദനം എന്നുള്ള സിനിമയൊക്കെ സിൻഡ്രല്ലയുടെ ഒരു വകഭേദമാണ്. അതുപോലെ നമ്മുടെ മലയാള കഥകൾ ഏതെങ്കിലും അതുപോലെ അവിടെ പടിഞ്ഞാറൻ സംസ്കാരം അല്ലെങ്കിൽ ആ സാഹിത്യത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് അവർ സ്വീകരിച്ചിട്ടുണ്ടോ, നാം സ്വീകരിക്കുന്നത് പോലെ? മലയാള ഭാഷ ഒരു കണക്കിൽ ഭാഗ്യം ചെയ്ത ഭാഷയാണ്, മറ്റൊരു നോക്കുകയാണെങ്കിൽ നിർഭാഗ്യമുള്ള ഭാഷയാണ്. അതിൻ്റെ കാരണം ഇത്രമാത്രം വിവർത്തനങ്ങൾ മറ്റു ഭാഷയിൽ നിന്ന് വന്ന പോലെ വേറൊരു ഭാഷയിൽ നിന്ന് വന്നിട്ടില്ല. മലയാളത്തിൽ ഏറ്റവും പ്രശസ്തമായ ഒട്ടുമിക്ക സാഹിത്യകൃതികളും വിവർത്തനം ചെയ്തു വന്നിട്ടുണ്ട്. അതേ സമയത്ത് മലയാള ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള ശ്രദ്ധേയമായ നോവലുകൾ പലതും ഇന്നും വിവർത്തനത്തിന് വിധേയമല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഇതിവിടെ വന്ന് പാവങ്ങളുടെ മലയാളത്തിൽ വന്ന് 100-ാം വർഷമാണിത്. പാവങ്ങൾ അത് ഫ്രഞ്ച് ഭാഷയിൽ വന്ന് അതിന് ശേഷം വളരെ വൈകാതെ തന്നെ അത് മലയാളത്തിൽ വന്നു എന്നുള്ളൊരു അത്ഭുതമാണ്. അപ്പോൾ പാവങ്ങളിലെ പോലെ അത്രയും ബൃഹത്തായ ഒരു കൃതി മലയാളത്തിൽ അക്കാലത്ത് വരിക എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ്. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് മലയാള ഭാഷയുടെ മഹത്വമാണ്. എന്തിനേയും ഉൾക്കൊള്ളുവാൻ തയ്യാറായ ഒരു വിശാലമായൊരു മാനസികാവസ്ഥ മലയാള ഭാഷയ്ക്കുണ്ട്. പക്ഷെ നേരെ മറിച്ച് തിരിച്ചങ്ങോട്ട് പോകുന്ന ഒരു തലം പലപ്പോഴും കാണാറില്ല. ഇത് സംബന്ധിച്ച് പക്ഷേ മലയാളത്തിൽ ആദ്യമായിട്ടൊരു ഉത്കണ്ഠ പ്രകടിപ്പിച്ചത് MT വാസുദേവൻ നായരാണ്. ഒരിക്കൽ തുഞ്ചൻ പറമ്പിൽ വെച്ച് അദ്ദേഹം ഈ രീതിയിലൊരു ഉത്കണ്ഠ സൂചിപ്പിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് മലയാളത്തിലെ പ്രശസ്തമായ കൃതികൾ മറുഭാഷയിൽ മൊഴിമാറ്റം ചെയ്യപ്പെടാതെ പോകുന്നത്? പറയാൻ കാരണം അക്കാലത്ത് അന്ന് ബംഗാളിലെ പ്രശസ്തയായ ഒരു എഴുത്തുകാരി, അവർക്ക് മലയാളം അറിയാം, അവർക്ക് സ്വീകരണം കൊടുത്തിരുന്നു തുഞ്ചൻ പറമ്പിൽ വെച്ച്. അവിടെ വെച്ചാണ് MT ഈ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തോട് ഇന്നും നമുക്ക് കൃത്യമായിട്ട് ഒരു ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല, സത്യമാണ്. ഇത് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരിമിതിയുമാണ്. കാരണം മലയാളത്തിൽ ഒരുപാട് പ്രശസ്തമായ നോവലുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ നോവലുകൾ വിവർത്തനം ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു സംവിധാനം ഇവിടെയുണ്ട്. ആ സംവിധാനത്തിൽ നിൽക്കുന്ന ഒരാളുടെ കൃതി മാത്രമേ വിവർത്തനം ചെയ്യപ്പെടുകയുള്ളൂ. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, ചെയ്യപ്പെടുക. അല്ലാതെ മലയാളത്തിൽ ഒരു വലിയ നോവൽ നല്ല കൃതി ഇറങ്ങിയിട്ടുണ്ട്, അത് ചെയ്യണമെന്ന് പ്രസാധകരോ മറ്റാരും തന്നെ മുൻകൈ എടുക്കാറില്ല. നേരെ മറിച്ച് പ്രസാധകർക്ക് താല്പര്യമുള്ള, അവർക്ക് കൂടി അംഗീകാരമുള്ള എഴുത്തുകാരുടെ കൃതികൾ വിവർത്തനം ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. അംഗീകാരവും അവർക്ക് മാത്രമേ ഉള്ളൂ. ഇത് ഒരു പരിമിതിയായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഒരവസ്ഥ. പിന്നെ മറ്റൊന്നുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, മലയാളത്തിലെ ആദ്യകാലത്തെ നമ്മുടെ മലയാളത്തിനുണ്ടായിട്ടുള്ള കഥയ്ക്കുണ്ടായിട്ടുള്ള ഒരു അപജയത്തെക്കുറിച്ച്. അതിനെക്കുറിച്ച് അറിയുന്നത് നന്നായിരിക്കും. കാരണം മലയാളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ ഒരുപാട് കഥകൾ പുറത്തിറങ്ങിയ കാലമുണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു ആധുനികത പ്രസ്ഥാനം വളരെ ശക്തമായ രീതിയിൽ കടന്നു വരികയും അങ്ങനെ ഒരുപാട് പുതിയ എഴുത്തുകാരെ വളരെ തീവ്രതയോടുകൂടി മലയാളം അവതരിപ്പിക്കുകയും ചെയ്തു. ഇപ്പം ഇവിടെ മുകുന്ദനെ പോലുള്ള, കുഞ്ഞബ്ദുളെ പോലുള്ള, നാരായണപിള്ളയെ പോലുള്ള, സക്കറിയെ പോലുള്ള ഒരുപാട് കഥാകൃത്തുക്കൾ, ഇവരൊക്കെ തന്നെ ആ കാലഘട്ടത്തിൽ പുറത്തിറക്കിയിട്ടുള്ള കഥകളൊക്കെ തന്നെ വളരെ മഹത്തായ കൃതികളായിരുന്നു. പക്ഷേ അത് പിന്നീട് പലപ്പോഴും നാം കണ്ടിട്ടുള്ളത് ഇവരുടെ കൃതികളുടെ തന്നെ അനുകരണങ്ങളായിട്ട് ധാരാളം കടന്നു വരികയും ഭാഷയിൽ തന്നെ അതിസങ്കീർണമായ ഒരവസ്ഥയിലേക്ക് അതിനെത്തിക്കുകയും ചെയ്തു.
ആ കാലത്ത് ആധുനിക സാഹിത്യത്തിൻ്റെ ഏറ്റവും വ്യാഖ്യാതാവായിട്ട് നാം കരുതിയിരുന്ന KP അപ്പൻ എന്നുള്ള നിരൂപകൻ അക്കാലത്ത് എഴുതിയ ഒരു ലേഖനത്തിൻ്റെ തലവാചകം അപാരമ്പര്യത്തിൻ്റെ ഊർജപ്രവാഹം എന്നായിരുന്നു. കാരണം പാരമ്പര്യത്തിന് വിധേയമല്ലാത്ത ഒരു ഊർജപ്രവാഹമാണ് പുതിയ സാഹിത്യം എന്ന് പറഞ്ഞ് അദ്ദേഹം ആധുനിക സാഹിത്യത്തെ ഒരുപാട് ആഘോഷിക്കുകയുണ്ടായി. അതിന് നല്ല അംഗീകാരം ലഭിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ പിന്നീട് നാം കാണുന്നത് ഇതേ ആധുനിക സാഹിത്യത്തിന് വേണ്ടത്ര അനുവാദകരില്ലാതെ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളതാണ്. ആദ്യ കാലഘട്ടത്തിൽ ഒരു ഉദാഹരണത്തിന് ആ കാലഘട്ടത്തിൽ മലയാളത്തിലെ പത്രമാസികകളും വാരികകളൊക്കെ തന്നെ എല്ലാ ആഴ്ചകളും 1-2 കഥകൾ കൊടുത്തിരുന്ന കാലമുണ്ടായിരുന്നു. പക്ഷേ പഴയ വായനക്കാർക്ക് അത് ഓർമ്മയുണ്ടാകും. പക്ഷേ ഇത്തരം വായിച്ചാൽ മനസ്സിലാക്കാത്ത, നേരത്തെ സന്തോഷ് കുമാർ ഇവിടെ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് പ്രസാധകന്മാരൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത് വായിച്ചാൽ മനസ്സിലാകാത്ത കഥ വേണമെന്ന് പറഞ്ഞാണ്. പക്ഷേ ഇത് ഒരു ശീലമായി മാറുകയും കഥ നിത്യജീവിതത്തിൽ നിന്ന് അകലുകയും ചെയ്തപ്പോൾ അത് വായനക്കാർ പതുക്കെ തിരസ്കരിക്കുകയും അതോടൊപ്പം തന്നെ തമസ്കരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് മലയാളത്തിൽ ഒരു കാലഘട്ടത്തിൽ വായനക്കാർ ഇല്ലാത്തൊരവസ്ഥയുണ്ടായിട്ടുള്ളത്. പക്ഷേ പിന്നീട് ആ വായനക്കാരെ വീണ്ടെടുത്തത് പുതിയ തലമുറയെ കടന്നുകൊണ്ടാണ്. അന്ന് KP അപ്പൻ തന്നെ ഇത്തരം കൃതികളെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞ കാര്യം മലയാള കഥയിൽ യാന്ത്രികത കൂടിപ്പോകുന്നു എന്നുള്ളതാണ്. യന്ത്രസരസ്വതിയുടെ സ്വാധീനമേറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരവസ്ഥയിലൂടെ മലയാള കഥ കടന്നു പോയിട്ടുണ്ട്. നമ്മൾ ആ യാഥാർത്ഥ്യത്തെ അഭിസംബോധന ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷെ എങ്കിൽ പോലും ഇന്നും മലയാള കഥയ്ക്ക്, നല്ല കഥകൾക്ക് നല്ല വായനക്കാരുണ്ട്. നേരത്തെ സന്തോഷ് കുമാർ സൂചിപ്പിച്ചില്ല, പല എഴുത്തുകാരും അവരുടെ കഥകളൊക്കെ തന്നെ ഏറ്റവും ശ്രേയമായ കഥകളാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പരിമിതി അവർക്ക് അവരുടെ കഴിവിനെ വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നാണ്. ഒരിടത്ത് വെച്ചുകൊണ്ട് അവർ എവിടെയോ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഘട്ടത്തിൽ നിൽക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണുകയാകുന്നത്. അതെന്തുകൊണ്ട് അതുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് ശേഷമാണ് സന്തോഷ് കുമാർ കടന്നു വന്നിട്ടുള്ളത്. സന്തോഷ് കുമാറിൻ്റെയൊക്കെ തന്നെ ആദ്യകാല കഥകൾ അന്ന് മാതൃഭൂമിയിലും കലാകൗമുദിയിലും വന്ന കഥകളൊക്കെ തന്നെ വായിക്കുകയും പിന്നീട് ഒരിക്കൽ പോലും ഒരു സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥ സന്തോഷ് കുമാറിൻ്റെ തലമുറക്ക് ഉണ്ടായിരുന്നില്ല. അത് ധാരാളം എഴുതിക്കൊണ്ടിരുന്നു. പക്ഷെ ഇന്നതല്ല. നമുക്കറിയാം, നമ്മുടെ പുതിയ എഴുത്തുകാർ 1-2 കഥകൾ എഴുതിയ ശേഷം സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥ കാണുകയാണ്. ഇതെന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ള കാര്യം കൂടി നാം ഇവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നന്ദി സർ. ഇനി സ്വന്തം കഥയുടെ ജീവിതങ്ങളെ പറ്റി പറയാം, അനുഭവങ്ങളെ പറ്റി പറയാം. ഇപ്പോൾ സമകാലിക മലയാള ചെറുകഥ എന്ന പ്രബന്ധത്തിൽ ശ്രീ E. ഹരികുമാർ ഉന്നയിക്കുന്ന ചില പഠനങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു സെൻറ്റൻസ് ഇങ്ങനെയാണ്: എഴുത്തുകാർ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് വായിക്കുന്നവർ ഒരു പക്ഷേ തന്നേക്കാൾ വിവരമുണ്ടാവും എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് ഒരു കഥ നാം കൊണ്ടുവരുന്നതും എഴുതുന്നതും, ഈ പറഞ്ഞതുപോലെ ജീവനുള്ള അക്ഷരങ്ങൾ നമുക്ക് ശേഷിച്ചു പോകുന്ന രീതിയിലുള്ള കഥകളും എങ്ങനെയാണ് ഉണ്ടാവുന്നത്? പിന്നെ ഒരു ചോദ്യം കൂടെ അതിൻ്റെ കൂടെയുണ്ട്. നമ്മൾ കൂടുതലും സംഘർഷങ്ങളെല്ലാം പറയുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീപക്ഷ എഴുത്ത് അല്ലെങ്കിൽ സ്ത്രീ പെണ്ണെഴുത്ത് ഇങ്ങനെയൊക്കെയുള്ളൊരു ഈ കഥയുടെ വഴിയിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു തിരിവുണ്ടായതും ഒരു ജെൻഡർ ഡിഫറൻസ് വന്നത്, അങ്ങനെ എല്ലാം കൂടി പറയല്ല. അപ്പോൾ അതുകൊണ്ട് സംഘർഷങ്ങളൊക്കെ പുരാണങ്ങളിലെ സ്ത്രീകളുടെ സംഘർഷങ്ങളാണ് കൂടുതലും എല്ലാവരും പ്രതിപാദിച്ച് കാണുന്നത്. എനിക്ക് എങ്ങനെയാണ് അപ്പോൾ ഒരു കഥ എഴുതുന്ന രീതി, അല്ലെങ്കിൽ എങ്ങനെയാണ് സാറിൻ്റെ രണ്ടുപേരോടും കഥ എഴുതുന്ന അതിൻ്റെ വഴി, ഇതിനെക്കുറിച്ച് പറയാം. ഇന്നലെ ഇവിടെ ഒരു മുഖാമുഖം പരിപാടിയിൽ നമ്മുടെ അടൂർ സാറിൻ്റെ അടുത്ത് ഒരാൾ ചോദിക്കേണ്ടത്, ഇങ്ങനെ എനിക്ക് സിനിമ ചെയ്യണം, അതിന് എന്താണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. അത് എല്ലാവർക്കും ബാധകമായിട്ടൊരു ഉത്തരം അദ്ദേഹം പറഞ്ഞു. സിനിമ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ സിനിമ കാണുന്നത് വേണം, പണിയെടുക്കണം. അപ്പോൾ സത്യജിത് റായ് ലണ്ടനിൽ 2 മാസം മറ്റേ പോയപ്പോൾ അദ്ദേഹം 80 സിനിമ കണ്ടു എന്ന് പറ്റിയാണ് ആൾ പറയുന്നത്.
അപ്പോൾ നമുക്ക് മുന്നേ പോയ ആളുകളെയോ അപ്പോൾ സമകാലികരായിട്ടുള്ള ആളുകളെയോ അതുപോലെ തന്നെ ലോകത്തിൽ തന്നെ മാതൃകകൾ കണ്ടേ പറ്റൂ. അത് നമ്മൾ അതിൽ നിന്നൊരു മാറിയിരിക്കുന്നതിൽ ഒരു കാര്യമില്ല. അപ്പോൾ ആ രചനകൾ വായിക്കുകയും അത് പി കെ ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ ഒരു സാധനയുടെ ആവശ്യമുണ്ട്. സിദ്ധി എന്ന് പറയുന്നത് 5% മതിയാവും, സാധന ഉണ്ടാവും. പലപ്പോഴും എന്താ ആളുകൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്ക് പ്രശംസ കിട്ടുന്നതുകൊണ്ട് വായന വല്ലാതെ കുറച്ച് വയ്ക്കും. നമ്മൾ പണിയെടുത്താലേ രചന നന്നാവുള്ളൂ പൊതുവെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ട്. വായിക്കുകയും മുന്നോട്ട് പോകാനുള്ള രീതികളിലേക്ക് നമ്മൾ നിരന്തരം സംഗീതം പഠിക്കുന്ന ആളുകൾ ഇപ്പോൾ ടി.എം. കൃഷ്ണൻ എന്നല്ല ഇവിടെ പരിപാടി നടത്തുന്നുണ്ട്. അദ്ദേഹം ഡെയിലി 2-3 മണിക്കൂർ അതിന് വേണ്ടി സാധന നടത്തുന്നുണ്ടാവും. ഇത് സാഹിത്യത്തിനും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തന്നെയല്ല, അതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. സാഹിത്യം സമസ്ത മേഖലയെയും പ്രതിനിധീകരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ലോകത്തിലെ രാഷ്ട്രീയമായിട്ടും സമൂഹത്തായിട്ട് ബന്ധം തീർച്ചയായിട്ടും സാഹിത്യകാരന്മാർ പുലർത്തിക്കൊണ്ടേയിരിക്കണം. ദിവസം 1.5 ദിവസം കൂടുമ്പോൾ ഒരു പോസ്റ്റ് ഇടലല്ല. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിക്കുന്നത് സച്ചിദാനന്ദം മരിച്ച് സാഹിത്യത്തിലെ പ്രമാണികൾ എന്തുകൊണ്ട് പോസ്റ്റ് ഇട്ടില്ല? പോസ്റ്റ് ഇട്ടുകൊണ്ട് അച്യുതാനന്ദൻ തിരിച്ചു വരുന്നില്ല. അത് അവരുടെ പണിയല്ല. അതാദ്യം മനസ്സിലാക്കണം. എഴുത്തുകാരെ സംബന്ധിച്ച് ദിവസം 3 ദിവസമാണ് ഒരു ഫേസ്ബുക്ക് കലാപത്തിൻ്റെ ആയുസ്. നിങ്ങൾ ഓരോ 3 ദിവസം എടുത്ത് നോക്കിയോളൂ, പുതിയ കലാപങ്ങൾ വരും. ഇതൊക്കെ എഴുതാനും അതിന് പ്രതികരിക്കാൻ നിൽക്കുന്ന എഴുത്തുകാർ കയ്യടി കിട്ടുന്നുണ്ടാവും. അവരുടെ ഏകാന്തതയെ ബലി കഴിക്കുകയായിരിക്കും. അപ്പം അല്ലെങ്കിൽ തന്നെ നമുക്ക് ജീവിക്കാനുള്ള ഒരു സമയമില്ലാത്ത ഒരു പ്രശ്നമുണ്ട്. അതൊരു പോയിൻ്റ്. അതിന് മുമ്പ് ഞാൻ ഇപ്പോൾ ഈ കുമാരേട്ടൻ പറഞ്ഞൊരു പോയിൻ്റ്, ഇപ്പോൾ എഴുത്തിൽ എന്തുകൊണ്ട് നമ്മുടെ മലയാള സാഹിത്യം പുറത്തു വരുന്നില്ല എന്നുള്ളത്. സമീപകാലത്തൊരു അതായത് ഫെബ്രുവരിയിൽ എൻ്റെ ഒരു 10 കഥ ബംഗാളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അവിടെ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് നേരിട്ട് തർജ്ജമ ചെയ്തിട്ടുള്ളതല്ല, ഇംഗ്ലീഷിൽ വന്നിട്ട് ഇംഗ്ലീഷിലെ കഥകൾ തൃഷ്ണ ബസക് എന്ന് പറയുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി ഇംഗ്ലീഷിൽ നിന്ന് തർജ്ജമ ചെയ്ത്. ഞാൻ ചോദിച്ചിട്ടില്ല, അവർക്ക് അത് ഇഷ്ടം കൊണ്ട് തർജ്ജമ ചെയ്തതാണ്. അപ്പോൾ ഞാൻ അവിടെ പരിപാടിക്ക് പോയപ്പോൾ മലയാളികളും ബംഗാളികളായിട്ടുള്ള ഒരു പകുതി ഇതുള്ള അപ്പോൾ അവിടെ ഈ കഥകൾ വായിച്ചപ്പോൾ എൻ്റെ കഥകൾ എന്ന് പറയുന്നത് ഞാനതിനൊരു ഇത് പറയല്ല. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഇതിൽ ഞാൻ തിരഞ്ഞെടുത്ത കഥകൾക്ക് ഒരു പാൻ ഇന്ത്യൻ സ്വഭാവമുണ്ട്, ഇന്ത്യയിൽ എല്ലാവർക്കും വായിച്ചാൽ. പക്ഷേ അതിൽ ചില ആളുകൾ പറഞ്ഞു അങ്ങനെയല്ല, ഇതൊരു യൂണിവേഴ്സലായിട്ടുള്ള ചില കഥകളുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. നമുക്ക് സന്തോഷമുള്ള കാര്യം. അങ്ങനെ ഒരുപാട് എൻ്റെ മാത്രം കഥകളല്ല, ഒരുപാട് കഥാകൃത്തുകൾ മലയാളത്തിൽ അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മുടെ കഥയെ പറ്റി ഒരു വേവലാതി എനിക്കില്ല. ഞാൻ പുറത്തുനിന്ന് കുറച്ചൊക്കെ വായിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ കഴിഞ്ഞ സമയത്ത് KLF-ലാണോ കാ ഫെസ്റ്റിവലിലാണോ ഞാൻ NE സുധീർ, വിവർത്തകയായിട്ടുള്ള EV ഫാത്തിമ, ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന രാഹുൽ രാധാകൃഷ്ണൻ നിരൂപകൻ, ഇവർ 4 പേര് കൂടി ഒരു ചർച്ചയുണ്ട്. അതിലെ സുധീർ വളരെ ശക്തമായിട്ട് മലയാളത്തിലെ എഴുത്ത് പോരാ എന്നും അതിനാൾ 1-2 കാരണങ്ങൾ പറഞ്ഞു. ഒന്ന്, ന്യൂയോർക്കറിൽ ഇതുവരെ ഒരു കഥ വന്നിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ മലയാളത്തിലെ എഴുത്ത് മറ്റ് പുറത്തെ എഴുത്തായിട്ടൊന്നും ബന്ധം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിലവാരമില്ല എന്നുള്ള. അന്ന് ഞങ്ങളത് മറുപടി പറഞ്ഞു. പിന്നീട് അദ്ദേഹം ദേശാഭിമാനി വാരികയിൽ അതിനെ ഒരു വളരെ രൂക്ഷമായിട്ടുള്ളൊരു വിമർശനം എഴുതുകയുണ്ടായി. ഞാൻ പിന്നെ അത് നമ്മളോടൊക്കെ എഴുതാൻ പറഞ്ഞു, ഞങ്ങൾ എഴുതിയില്ല. അതിൻ്റെ കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആയിരക്കണക്കിന് ഭാഷകളിൽ നിന്ന് ഇങ്ങനെ അരിപ്പ് വെച്ച് അനേകം അരിപ്പുകളിലൂടെ കടന്നു പോയിട്ടാണ് ഒരു സാഹിത്യം, ലോക സാഹിത്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു ഭാഷയിൽ ഇപ്പോൾ നോർവീജിയൻ ഭാഷ 55 ലക്ഷം പേരുള്ള ഒരാളാണ്. ഇപ്പോൾ വലിയ സാഹിത്യ ശ്രദ്ധ നേടിയിട്ടുള്ള ഭാഷയാണ്. അതിൽ ഗവൺമെൻറ് ഒരുപാട് പണി അതിലെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഏത് ഭാഷ എടുത്തു നോക്കിയാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള എല്ലാ ദിവസവും ലോക സാഹിത്യം ഒന്നും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നില്ല. കുറച്ച് സാഹിത്യം വരുന്നുണ്ടാവും, പലതരം ഫിൽറ്ററിങ്ങിലൂടെ കടന്നുകൊണ്ട് വരുന്നുണ്ട്. ഈ ലെവലിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സാഹിത്യത്തിന് നമുക്ക് അപകർഷതയുടെ ഒരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ ന്യൂയോർക്കറിൽ വരുന്ന കഥകൾ നമ്മളെല്ലാവരും ഇടയ്ക്കൊന്ന് വായിച്ചു വയ്ക്കുന്നതല്ലായിരിക്കും. അതിലേക്കാൾ എത്രയോ മികച്ച കഥകൾ മലയാളത്തിൽ വരുന്നുണ്ട്. അതല്ലാന്ന് പറയട്ടെ ഇവർ. അതിൽ പറയുന്ന ഏതോ ഒരു കഥ ബംഗാളിയിൽ നിന്ന് മറ്റൊരു കഥ ആണ്. അത് ഞാനത് വായിച്ചു. അതിലും നല്ല കഥ സക്കറി എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബഷീർ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴുള്ള നമ്മുടെ തലമുറയിലെല്ലാവരും പലരും എഴുതുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ട് വിവർത്തനം ചെയ്യപ്പെടുന്നില്ല, പുറത്തു പോകുന്നില്ല? പിന്നെ ഒരു കൾച്ചറൽ, ഒരു സാംസ്കാരികമായിട്ടുള്ളൊരു അന്തരീക്ഷമുണ്ട്. ഇവിടെയുള്ള ഖസാക്കിൻ്റെ ഇതിഹാസം നമ്മുടെ വലിയൊരു നോവലാണ്. ഇത് കന്നഡയിലുള്ള ഒരാൾക്ക് അതേപോലെ ആസ്വദിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. വിജയൻ തന്നെ തർജ്ജമ ചെയ്തിട്ട് പറ്റിക്കൊള്ളുന്നില്ല. അതിൻ്റെ സ്വാരസ്യം, ഇപ്പോൾ നമുക്കൊരു പാലക്കാടൻ ഭാഷയുടെ ഒരു ഭംഗി, വിജയൻ്റെ തന്നെ പല കഥകളിലും ഇങ്ങനെ ചവിട്ടുവണ്ടി എന്നൊരു കഥയുണ്ട്. അതിൽ ഒരു കൊളോണിയൽ പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള കഥയാണ്. ഒരു ബാസൽ മിഷണറി വന്ന് മറ്റേ മതപരിവർത്തനം നടത്തുന്നത്. അതിൽ ചില സംഭാഷണങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്താലൊന്നും കിട്ടില്ല.
പാപികളെ എന്നാണ് മിഷണറി എന്ന് വിളിക്കുന്നത്. അപ്പോൾ യാറാണ്ട ഞങ്ങളെ പാവികളെ എന്ന് വിളിക്കണേന്നാണ് പാലക്കാട് ഭാഷയിൽ ചോദിക്കേണ്ടത്. അത് നമുക്ക് എങ്ങനെ വിവർത്തനം ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മുടെ കൾച്ചറൽ മിലിയു എന്ന് പറയുന്നൊരു സംഭവം, ഇപ്പോൾ സാംസ്കാരികമായിട്ടുള്ള അന്തരീക്ഷം എന്തായാലും ഉണ്ട്. അത് വെച്ച് നമ്മൾ സ്വയം ഞങ്ങൾ മോശമാണെന്ന് പറഞ്ഞ് നടക്കണതിൽ വലിയ കാര്യമൊന്നുമില്ല. പല രചനകൾ, വലിയ സമ്മാനങ്ങൾ കിട്ടുന്ന രചനകൾ നമ്മളെടുത്തിപ്പോൾ വായിച്ചു നോക്കി സത്യസന്ധമായിരിക്കണം കേട്ടോ. അവനോട് സത്യസന്ധമാണ് ഇംഗ്ലീഷിൽ അടിച്ചു എന്ന് കൊണ്ടുകൊണ്ട് നല്ലതാണെന്ന് തോന്നരുത്. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ പല രചനകളും നമ്മുടെ ഇപ്പോൾ ഉള്ള നമ്മുടെ ഈ കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഏത് തലമുറയിലുള്ള രചനയെക്കാളും ഒട്ടും മികച്ചതല്ല. മോശമെന്ന് ഞാൻ പറയുന്നില്ല, മികച്ച. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ഇൻ്റർനാഷണൽ കാര്യം വരുമ്പോൾ ഒരുപാട് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ വന്നിട്ട് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മികവുണ്ടാവും. അത് നമ്മുടെ ഭാഷയിൽ നിന്ന് പോകാനുള്ള സാധ്യതകൾ കുറവാണ്. അത് വളരെ ചിലപ്പോൾ പല ഘടകങ്ങളായിരിക്കും ഇതിനെ ബാധിക്കുന്നത്. ഇത് കഴിഞ്ഞ് വരുമ്പോൾ നാളെ ഒരു രചന അതുപോലും ചിലപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച രചനയാവില്ല നാളെ പോയി ഒരു അന്താരാഷ്ട്ര സമ്മാനം നേടുന്നത്. ഇതിനൊക്കെ വലിയ പരിമിതികളുണ്ട്. ഇപ്പോൾ നമ്മൾ പല അന്താരാഷ്ട്ര സമ്മാനങ്ങളിൽ വരുന്ന രചനകൾ അതാത് രാജ്യത്തെ പോലും ഏറ്റവും നല്ല രചന ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ പണ്ട് കാലത്ത് ലോകത്തിലൊരു മികച്ച മനുഷ്യൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ വൈറ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കണം എന്നായിരിക്കും. അതെന്ന് വെച്ചിട്ട് മറ്റുള്ളവർ കയ്യിൽ അപകർഷതയുടെ ആവശ്യവും ഇല്ല. ആഫ്രിക്കൻ ജീവിതവും പ്രധാനമാണ്, ഇന്ത്യൻ ജീവിതവും പ്രധാനം, കേരളത്തിലെ ജീവിതമൊക്കെ പ്രധാനം തന്നെയാണ്. കേരളത്തിലെ ജീവിതത്തോട് ബന്ധപ്പെട്ട കഥകളാണ് നമ്മൾ എഴുതുന്നത്, അല്ലെങ്കിൽ അതിനോട് നമ്മൾ കേരളീയൻ കണ്ടെത്തുന്നൊരു വർക്കാണ് എഴുതുന്നത്. അതിൽ മികച്ചതാകുമെന്ന് നോക്കുക. മറ്റൊരാൾ അംഗീകരിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിലേക്ക് പോകാത്തതുകൊണ്ടൊന്നും നമ്മൾ മോശമാവുന്നില്ല എന്നാണ് എൻ്റെ തോന്നുന്നത്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഈ ചെക്കോവിനൊക്കെ ശേഷമുള്ള ഏറ്റവും മികച്ച കഥാകൃത്ത് എന്ന് അമേരിക്കയിൽ പറയുന്ന റേമൺ കാർവറുടെ ഒരു ലേഖനം തയ്യാറാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ 10-70 കഥകൾ, ചെറിയ ജീവിതം ഉണ്ടായിരുന്ന വലിയ കഥാകൃത്ത് തന്നെയാണ്. അദ്ദേഹത്തിന് നമ്മൾ അരിച്ചുവര് വളരെ ഇത് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട എല്ലാ കഥകളും നല്ല കഥകളാണ്. പക്ഷേ ഒരു 10-15 കഥകളായിരിക്കും ലോകത്തിലെ ഏറ്റവും മികച്ച കഥകൾ. ബാക്കിയുള്ള കഥകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഇടയിലും ഭേദപ്പെട്ട കഥകളും മോശം കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എഴുത്തുകാരെ നമ്മൾ അങ്ങനെ 2 തട്ടിലൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ മോശമാണെന്നിങ്ങനെ പറയുന്നത് അതൊരു കൊളോണിയൽ ഒരു മറ്റേ അടിമത്തത്തിൻ്റെ ഒരു സ്വഭാവമായിട്ട് എൻ്റെ ഒരു തോന്നൽ. അത് ആരും എന്ത് പറഞ്ഞാലും ഞാൻ അതിന് ഇതല്ല. പറയാനുള്ളത്, ഞാൻ കലാകൗമുദി അല്ലെങ്കിൽ ഏത് നിരൂപണം നമ്മൾ വായിക്കുമ്പോഴും ഒരു കഥയെപ്പറ്റി അവർ തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും പടിഞ്ഞാറൻ ഏതെങ്കിലും ഒരു നല്ല കഥ മാത്രം, പിന്നെ ആ കഥയെ പറ്റിയിട്ടായിരിക്കും അവർ പറയുന്നത്. അല്ലാതെ ഈ മലയാള കഥയെ ടച്ച് ചെയ്യാതെ പോകുന്ന പല നിരൂപണങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പോൾ സാറിൻ്റെ കഥയെഴുത്ത് വഴിയിൽ ജീവിത അനുഭവങ്ങൾ പറയാം. അപ്പോൾ ഇതിൽ ഞാൻ ഈ സമകാലിക കേരളത്തിലെ ഈ ഹരികുമാർ എഴുതിയതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വരി അതുണ്ട്, പടിഞ്ഞാറൻ സംസ്കാരത്തിൻ്റെ അമിത വിധേയത്വം എന്നും. സാറിൻ്റെ അനുഭവങ്ങൾ പറയും. കഥയെഴുത്ത് വഴിയിൽ സാറിൻ്റെ കഥയെഴുത്തിൻ്റെ അനുഭവങ്ങൾ പറയും. ഓരോ എഴുത്തുകാരനും വളരെ വ്യത്യസ്തങ്ങളായ ധാരാളം അനുഭവങ്ങളുണ്ടാവും. അത് ഒതുക്കി പറയുക എന്ന് പറഞ്ഞാൽ വളരെ വിഷമമുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുത്തിൻ്റെ പാരമ്പര്യമുള്ള ഒരു അന്തരീക്ഷത്തിൽ വന്ന ഒരാളല്ല ഞാൻ. വായനയോടുള്ള അതീവ താല്പര്യം, പക്ഷെ ഒരു നിരന്തരമായ വായന, ആ വായനയാണ് യഥാർത്ഥത്തിൽ എന്നെ എഴുത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. വായിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കൽ പോലും എഴുതാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ വായിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് വളരെ പ്രതികൂലമായ ഒരുപാട് അവസ്ഥകൾ എനിക്ക് മറികടക്കേണ്ടിയിരുന്നു. കാരണം വായനയ്ക്ക് അത്രത്തോളമൊന്നും പ്രാധാന്യം കൊടുത്ത ഒരു ഗൃഹാന്തരീക്ഷമായിരുന്നില്ല എൻ്റേത്. തികച്ചും നാട്ടുംപുറം, അവിടെ വെച്ചാണ് ഞാൻ എഴുതി തുടങ്ങിയത്. എനിക്കാണെങ്കിൽ അങ്ങനെ ഗുരുക്കന്മാരില്ല, ഗുരുക്കന്മാരെ പോകുന്ന സ്വഭാവമില്ല. എങ്കിൽ പോലും നിരന്തരം എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ എൻ്റെ കഥ എവിടെയോ വെച്ചു അത് അംഗീകരിക്കപ്പെടുന്നു. അംഗീകരിക്കപ്പെട്ടപ്പോൾ ആണ് യഥാർത്ഥത്തിൽ എനിക്ക് എഴുതാൻ കഴിയുമെന്ന തിരിച്ചറിവുണ്ടായിട്ടുള്ളത്. ആ രീതിയിൽ പക്ഷെ ഗുരുക്കന്മാരില്ലാതെ, മാധ്യമങ്ങളുടെ സാന്നിധ്യമില്ലാതെ
കടന്നു വന്നിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ഞാൻ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്രമാത്രം അത് ഒരു വിപരീതമായ ഒരു അവസ്ഥ എനിക്കുണ്ടായിട്ടില്ല. കാരണം തുടക്കത്തിൽ ഏതൊരു എഴുത്തുകാരനും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവൻ്റെ രചനകൾ പ്രസിദ്ധീകരിക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യമാണ്. ഞാൻ അക്കാലത്ത് അയച്ചിരുന്ന പല രചനകളും മലയാളത്തിലെ പ്രമുഖമായ സാംസ്കാരിക പ്രസിദ്ധീകരണങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്നുള്ളത് എനിക്ക് ഒരാവേശം തന്നെയായിരുന്നു. അതേ സമയത്ത് എൻ്റെ കാലഘട്ടത്തിൽ ബാലപംക്തിയിലൊക്കെ എഴുതിയ ഒരുപാട് എഴുത്തുകാരുണ്ട്. അങ്ങനെ ബാലപംക്തിയിൽ എഴുതണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിട്ടില്ല. അതിലൊന്നും കടന്നു വരാതെ എൻ്റേതായ ആത്മവിശ്വാസത്തിൽ എഴുതിയ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ എന്നെ കാണുന്നത്. പിന്നെ എൻ്റെ എഴുത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ എഴുത്തിലൂടെ കടന്നു വരുന്ന എല്ലാം തന്നെ ഏറെക്കുറെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ജീവിത സാഹചര്യം തന്നെയാണ്. അല്ലാതെ കൃത്രിമമായ ഒരു സാഹചര്യം ഉണ്ടാക്കി എനിക്ക് എഴുതാൻ സാധിക്കില്ല. അതുകൊണ്ട് എനിക്കറിയാത്ത ഒന്നിനെക്കുറിച്ചും എഴുതില്ല എന്ന് എൻ്റെ എഴുത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കഠിനമായ തീരുമാനം എടുത്തിട്ടുള്ള ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ എല്ലാ രചനകളുടെയും കടന്നു പോകുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരിടത്ത് ഞാനുണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ എനിക്ക് സത്യസന്ധമല്ലാതെ എഴുതുവാനും കഴിയുമായിരുന്നില്ല. കാരണം ഞാൻ സത്യസന്ധമല്ലാതെ എഴുതുമ്പോൾ അത് എന്നോട് ഏറ്റവും ചെയ്യുന്ന ഒരു കാപട്യമാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് എഴുതുന്ന എന്തിനോടും തന്നെ കൃത്യമായ സത്യസന്ധത പാലിക്കാൻ കൂടി ഞാൻ ഒരു നിലപാടെടുത്തിരുന്നു. അത് ഇതിൻ്റെയൊക്കെ തന്നെ ആകത്തുകയാണ് എൻ്റെ എഴുത്തനുഭവം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുള്ളത്, എനിക്ക് എഴുത്തിൽ അത്രയൊന്നും വെല്ലുവിളി നേടേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെയാണ്. അത് ഗുണമായോ ദോഷമായോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ സാഹിത്യ ഗുരുക്കന്മാരില്ലാതെ ഞാനെൻ്റെ ഒരു പുസ്തകത്തിന് കൊടുത്ത ഒരു പേര് ഏകാഗിയുടെ അക്ഷരയാത്ര എന്നുള്ളത് തന്നെയാണ്. ഒരു കണക്കിൽ എൻ്റെ രചനയുടെ തുടക്കത്തിൽ ഞാൻ ഒരു ഏകാഗിയായിരുന്നു. എൻ്റെ അക്ഷരയാത്രയും അതുപോലെ തന്നെയായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത്രയൊന്നും പ്രതികൂലമായ അവസ്ഥകളെ അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായിട്ടില്ല എന്നുള്ളതും എൻ്റെ എഴുത്തിനെ വളരെയേറെ ആവേശമുണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ എഴുത്തിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇത് ആദ്യം ഞാൻ ബുക്ക് ഭ്രമയ്ക്കും മലയാളത്തിൻ്റെ ഹെഡ് ശ്രീ സുധാരൻ രാമതലിക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ശ്രീ സന്തോഷ് കുമാർ, അതെ, അത് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ബെല്ലടിച്ച് കഴിയുമ്പോൾ എഴുന്നേക്കും. അപ്പോൾ ആർക്കെങ്കിലും ക്വിക്കലി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ 2 മിനിറ്റ്സ്, ഓക്കെ? ആർക്കെങ്കിലും എന്തെങ്കിലും ഇവരോട് അതിനെക്കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.